എൻ്റെ പേര് രഞ്ജീവ് എന്നാണ്. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലെ ചീഫ് മാനേജർ അക്കൗണ്ട്സ് ആയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഈ മാർച്ച് 31 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇല്ലാതാവുകയാണ്. 1-ാം തീയതി മുതൽ SBIയിലാണ് ലയിക്കുന്നത്. എന്നെപ്പോലെ 1980-കളിലൊക്കെ കയറിയ പലരും റിട്ടയർമെൻറ്റിൻ്റെ വക്കിലാണ്. ഞാനും ഇന്ന് തന്നെ റിട്ടയർ ചെയ്യുകയാണ്. 31/3/2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സ്വാധീനം വളരെ വലുതായിരുന്നു. ആ ഒരു സ്വാധീനം ഇനി SBIയിലേക്ക് പോയാൽ ഉണ്ടാകും തോന്നില്ല. സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ SBIയുടെ ഭാഗത്തു നിന്ന് മറ്റേത് ബാങ്കിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു മന്ദീഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. SBIക്ക് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ളൊരു ബാങ്കുകളാകും പ്രാദേശികമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും ആ ബാങ്കിന് എടുക്കാൻ പറ്റത്തില്ല. SBT അല്ലെങ്കിൽ SBH SBM ഒക്കെ എടുക്കുന്ന പോലെ ആ കാര്യത്തിലൊക്കെ ഒരു ആശങ്കയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സാങ്കേതികമായ കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ATMന്റെ കാര്യത്തിലോ ഓൺലൈൻ്റെ കാര്യത്തിലോ ഒക്കെ അവർക്കൊക്കെ ഈ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ വ്യത്യാസം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ബാക്കി ഈ പൊതുവെ പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ടച്ചുള്ള ഒരു ബാങ്കായിരുന്നു SBT. അത് SBIയിലേക്ക് പോയാൽ എത്ര ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. മെർജറിന് ശേഷം അക്കൗണ്ട് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ATM, SBT ഓൺലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ATM കാർഡിനെ സംബന്ധിച്ച് യാതൊരു മാറ്റവും ഇല്ല. അവർക്ക് പഴയതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിന്റെ ATMs എല്ലാത്തിൽ നിന്നും ധനം പിൻവലിക്കാവുന്നതാണ്. ഓൺലൈൻ മാത്രം SBT ഓൺലൈൻ എന്നുള്ളത് 1-ാം തീയതി മുതൽ SBI ഓൺലൈൻ എന്നുള്ള ഒരു URL വേണം ആക്സസ് ചെയ്യാനായിട്ട്. ബാക്കി അതിനകത്തും പ്രശ്നങ്ങളൊന്നും നമ്മളിപ്പോൾ മുൻകൂട്ടി കാണുന്നില്ല. ഞങ്ങളുടെ ഡാറ്റാബേസ് മെർജ് ചെയ്യണത് 20-ാം തീയതി ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് 1-ാം തീയതി തൊട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ചെക്ക് ബുക്കിന്റെ കാര്യത്തിൽ എല്ലാ ചെക്ക് ബുക്സും തിരിച്ച് ബ്രാഞ്ചിൽ ഏൽപ്പിച്ചിട്ട് 2ാമത് ഇഷ്യൂ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉള്ളൊരു തീരുമാനം. അത് പഴയ ചെക്ക് ഇഷ്യൂ ചെയ്താലും അത് SBT ആണെങ്കിലും SBIയിൽ തന്നെ പേ ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോഴുള്ളത്. ചെക്സ് എന്തായാലും 2ാമത് SBI വെച്ചിട്ടുള്ള ചെക്സ് എല്ലാവരും ബ്രാഞ്ചുകളിൽ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ്. പാസ്ബുക്കിനൊന്നും കാര്യമായ പ്രശ്നം പ്രതീക്ഷിക്കുന്നില്ല. കാരണം പാസ്ബുക്കിന്റെ എല്ലാം സൈസ് എല്ലാം നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിലെല്ലാം ഒരേ സൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഓട്ടോമേറ്റഡ് പ്രിന്റിംഗ് ഉള്ള നമ്മുടെ കുറച്ച് മെഷീൻസ് പലയിടത്തും വെച്ചിട്ടുണ്ട്. അതൊക്കെ പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും മറ്റ് അസോസിയേഷനുമുള്ള അക്കൗണ്ടുകളുടെ സ്വഭാവ രീതികളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് മെർജർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും SBIയിലെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിന്റെ കീഴിലായിരിക്കും എല്ലാം വരുന്നത്. ഇപ്പോൾ ഇപ്പോൾ SBTയിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ SBIയിൽ കാണില്ല. അതൊക്കെ കാലക്രമേണ അതിൻ്റെയൊക്കെ ഒരു തീരുമാനമാവുകയുള്ളൂ. പലതരം കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ പ്രാദേശികമായ ചില തരത്തിലുള്ള ചില അക്കൗണ്ടുകൾ പല അസോസിയേറ്റ് ബാങ്ക്സിലുമുണ്ട്. അത് ഇനി ഇതിന് മെർജറിന്റെ ഒരു പൂർണ്ണമായ ഒരു രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ അതിനൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. തൽക്കാലം അക്കൗണ്ടുകാർക്കെല്ലാം അവരവരുടെ അക്കൗണ്ട് പല രീതിയിൽ തന്നെ തുടരാവുന്നതാണ്. പിന്നെ മിനിമം ബാലൻസിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളുടെ കാര്യത്തിലും ഒക്കെ ബാങ്ക് ഇനി വേണം ഒരു വ്യക്തത വരുത്താനായിട്ട്. കേരളത്തിൻ്റെതായ ഒരു സ്ഥാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ കേരളത്തിന്റെ സ്ഥാപനങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. FSCT പോലെയും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് പോലെയും SBT കേരളത്തിൻ്റെതായ ഒരു സ്ഥാപനമാണ്. അതില്ലാതാവുന്നതിൽ തീർച്ചയായിട്ടും എല്ലാവരെ പോലെ ജീവനക്കാർക്കും കസ്റ്റമേഴ്സിന് തന്നെയും വിഷമമുണ്ട്. കസ്റ്റമേഴ്സ് പൊതുവെ പറയുന്നത് ഒരു SBTയുടെ ഒരു ഫ്രണ്ട്ലി നേച്ചറാണ്. ഏത് സമയത്ത് ആരെയും കയറി കാണാവുന്നതും ക്ഷോഭിക്കാവുന്നത് പോലും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സ്ഥാപനമായിരുന്നു. അത് വളരെ റിസപ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് എനിക്ക് ഇത്രയും കാലം തോന്നിയിട്ടുള്ളത്. അത് കസ്റ്റമേഴ്സിനും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഉള്ള ഒരു ആശങ്കയാണ് പൊതുവേ ഉള്ളത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം, കേരളത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയുമൊക്കെ എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം പെട്ടെന്നില്ലാതാവുമ്പോഴത്തേക്കും ശരിക്കും തീർച്ചയായിട്ടും ജനങ്ങളെ പോലെ തന്നെ ജീവനക്കാർക്ക് എല്ലാവർക്കും വലിയ വിഷമമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ മെർജ് ചെയ്യുന്നതോടുകൂടി തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിൽ 2 ബ്രാഞ്ചുകൾ അടുത്തടുത്തുണ്ടാവും. മിക്കവാറും 2 ബ്രാഞ്ചുകൾ ഉള്ളിടത്ത് ഒരു ബ്രാഞ്ചായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വളരെ ദൂരത്തേക്ക് മാറാനുള്ള സാധ്യതകൾ കാണുന്നില്ല. വളരെ റിമോട്ടായിട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ ഒരു ബ്രാഞ്ചേ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് 2-3 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ബ്രാഞ്ചുമായിട്ട് മെർജ് ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. കാരണം ഇതെല്ലാം ഭാവിയിൽ തീരുമാനിക്കുന്ന ഒരുപക്ഷെ ബിസിനസ് ലെവൽ വെച്ചിട്ടായിരിക്കും.
തീരെ ബിസിനസ് ഇല്ലാത്ത ഒരു ബ്രാഞ്ച്, നമ്മളുടെ ബ്രാഞ്ച് ബാങ്കിൽ തന്നെ അങ്ങനെ ചില ബ്രാഞ്ചുകൾ നേരത്തെ പൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും മെർജറിന് ശേഷവും വരുന്ന ഒരു ബ്രാഞ്ചുകളുടെ മാറ്റം. പൊതുവേ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാണെങ്കിൽ ഒരു 3 മാസമെങ്കിലും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. വളരെ കാലം മുമ്പ് തന്നെ SBT ലിസ്റ്റഡ് ആണ്. കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായിരുന്നു, പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്നു. ഇപ്പോഴുള്ള ഈ മെർജറോടുകൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 10 ഷെയറുകൾക്ക് 22 ഷെയറാണ് SBI തരുന്നത്. സാപ്രോയിഷയുടെ കാര്യത്തിൽ പഴയ SBTക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതൊരു കുറവാണെന്ന് തോന്നിയെങ്കിലും മാർക്കറ്റ് വില വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ മോശമായിട്ട് തോന്നുന്നില്ല. അതിനെപ്പറ്റി വലിയ പരാതിയും പൊതുവെ ഉണ്ടായി കാണുന്നില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എല്ലാ കാര്യത്തിലും എന്ന പോലെ സ്പോർട്സിന്റെ കാര്യത്തിലും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. വളരെ വർഷങ്ങളിലായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് ടീമുകളുണ്ട്. ക്രിക്കറ്റിൽ ടീമുണ്ട്, ഫുട്ബോളിൽ നല്ലൊരു ടീമുണ്ട്, ക്ലബ്ബായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും നല്ല ടീമുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലുള്ളത്. ഇതിൻ്റെയൊക്കെ ഭാവി എന്താവുന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ടീമുകൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമുകളിൽ എന്നും നമ്മുടെ SBTയുടെ കളിക്കാർ എപ്പോഴും ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ടീമിൽ ക്യാപ്റ്റൻ പോലും നമ്മളുടെ ഈ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന P. ഉസ്മാനായിരുന്നു. സ്പോർട്സിൻ്റെ കാര്യത്തിൽ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഈ ടീമുകളെ പറ്റി എന്താവുന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല ഇതുവരെ.